ഇല്ല, ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തു. അതിലൊരു വെരി ലൈറ്റ് സൈഫൈ എലമെന്റ് ഉള്ള ഒരു കോമഡി ത്രില്ലറാണ്. എന്റെ എൻട്രൻസിന്റെ സമയത്ത് ഞാൻ ആക്ച്വലി ചത്തിരുന്ന് പഠിച്ചായിരുന്നു. സോ ഞാൻ കുറെ പഠിക്കുമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര അധികം പഠിക്കാത്ത അതിബുദ്ധിമാനൊന്നും ആയിരുന്നില്ല. നിസാരം അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് എന്ന് പറഞ്ഞ 2 എൻറ്റയർലി ഡിഫറെന്റ് ജോണേഴ്സ് ഉള്ള ചാനലാണ് അന്തരാമൻ ചെയ്യുന്നത്. അപ്പൊ നിസാരത്തില് കോംപ്ലക്സ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് വന്നിട്ട് ദേവ്ജിനെ കൂക്കി അപ്പൊ ഒരു ബ്ലാക്ക് ഹോൾ വീണാൽ നമ്മുടെ തല കുത്തി നമ്മൾ വീഴുകയാണെങ്കിൽ തലയിൽ കൂടുതൽ ഗ്രാവിറ്റി ആയിരിക്കും, കാലിൽ കുറവ് ഗ്രാവിറ്റി കൊണ്ട് തല ഇങ്ങനെ വലിച്ചു കയറി നമ്മൾ സ്പെഗറ്റി പോലെ ഇങ്ങനെ ആവും. ആങ്സൈറ്റിനെ കുറിച്ച് ഒരാള് അത് ആസ് എ ഡിസീസ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ന്യൂറോ സയൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ഇത് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഈ എൻട്രൻസിന് അമിതമായി പഠിക്കുക അത്ര ഒന്നും വേണ്ട. നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഫിനാൻസ് ഇറങ്ങിയാൽ മതി, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി ഇത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ രീതിയിലാണ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സ് അതിനെ തിയറി ഓഫ് എവറിത്തിങ് വിളിച്ചു, അല്ലെങ്കിൽ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സും ഗ്രാവിറ്റിയും ഒരുമിച്ച് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇന്റർസ്റ്റെല്ലാർ കണ്ടവരാണെന്നുണ്ടെങ്കിൽ സോ ഹലോ ഗൈസ്, ഡോക്ടർ തബ്ഷീർ ഹിയർ. അപ്പൊ നമ്മുടെ ഇൻസൈറ്റ് സീരീസിലെ 3ാമത്തെ വീഡിയോയില് ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അതായത് സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങളോട് എന്താ പഠിക്കേണ്ടത്, അത് എങ്ങനെയാ പഠിക്കുന്നുള്ള കാര്യമാണ് പറയാറ്. പക്ഷെ എന്തിനാ പഠിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു +2 സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും എനിക്ക് എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ഒരു എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് മാത്രമാണ് സയൻസ് സബ്ജക്ട്സ് എന്ന് പലരും കാണുന്നത്. അതായത് അത് ഭയങ്കര ഒരു മെക്കാനിക്കൽ സ്റ്റഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ഉള്ളിലുള്ള ക്യൂരിയസ് എലമെന്റ് നമ്മൾ തീരെ കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ വിത്ത് ഗ്രേറ്റ് ഹോണർ ആൻഡ് ജോയ് ഐ വെൽക്കം അനന്തരാമൻ. സോ ഹായ് അനന്തരാമൻ. അപ്പോൾ അനന്തരാമൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നത് പല രീതിയിലായിരിക്കും. അതായത് ചിലർക്ക് അറിയുന്നത് രോമാഞ്ചത്തിൽ റിവിൻ എന്നുള്ള ലീഡ് റോൾ ചെയ്ത ഒരാളായിട്ടായിരിക്കും. മറ്റു ചിലർക്ക് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും. മറ്റു ചിലർക്ക് നിസാരം എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും അറിയുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം എപ്പോഴും അനന്തരാമൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിസാരം എന്നുള്ള ചാനലിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ പീസ് ഓഫ് ക്രിയേഷൻ. കാരണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം ഹൗ പാഷനേറ്റ് യു ആർ. അതായത് എത്രത്തോളം ആ സയൻസിൽ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു കോംപ്ലക്സ് സയൻസ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ മാത്രമല്ല അത് വളരെ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി, ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. എല്ലാ വീഡിയോസും കാണാറുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് വീഡിയോ. താങ്ക് യു. ഓക്കെ, അപ്പം അനന്തരാമന്റെ ഏർലിയർ എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അത് ബിറ്റ്സ് പിലാനിലാണ് പഠിച്ചെന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് അതിന്റെ മുമ്പ് സ്കൂൾ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ? ഞാൻ ട്രിവാൻഡ്രത്താ പഠിച്ചത്, സെന്റ് തോമസിലാണ് പഠിച്ചത്. അവിടെ സയൻസ് കമ്പ്യൂട്ടർ ആയിരുന്നു, മാത്സ് കമ്പ്യൂട്ടർ ആയിരുന്നു എടുത്തത്. അത് അപ്പൊ തന്നെ എനിക്ക് ആ സമയം അങ്ങനെ കൂടുതൽ ഇതൊന്നുമില്ല. എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു, ഫിസിക്സ് ഇഷ്ടമായിരുന്നു. എല്ലാരും ചെയ്യുന്ന പോലെ എഞ്ചിനീയറിംഗ് ചെയ്യാം പറഞ്ഞിട്ട് JEE എഴുതി. പക്ഷെ അതിന്റെ കൂടെ ബിറ്റ്സാറ്റും എഴുതിയായിരുന്നു. അപ്പം JEE കിട്ടിയിട്ട് ഇങ്ങനെ NIT പോയിരിക്കുന്ന സമയത്താണ് ബിറ്റ്സാറ്റ് കിട്ടിയിട്ട് അപ്പൊ തീരുമാനിക്കുന്നത് എന്നാ ബിറ്റ്സിൽ പോകും. അവിടെ ഡ്യുവൽ ഡിഗ്രി ഉണ്ടെന്ന് കേട്ടോണ്ട് പ്രത്യേകിച്ച് അപ്പൊ 2 സാധനം ഫിസിക്സും പഠിക്കാം മെക്കും പഠിക്കാന്നുള്ള എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ചാണോ, ലൈക്ക് അല്ലെങ്കിൽ വൺ ആഫ്റ്റർ ദി അതർ അങ്ങനെയാണോ? സോ ബിറ്റ്സിലെ ഫസ്റ്റ് ഇയർ കോമൺ ആണ്, എല്ലാ ഫീൽഡ്സിനും കോമൺ ആണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഫസ്റ്റ് ഇയർ എല്ലാം കോമൺ. സെക്കൻഡ് ഇയർ ഫിസിക്സ് മാത്രമേ ഉള്ളൂ. തേർഡ്, ഫോർത്ത്, ഫിഫ്ത് ഇയറിൽ രണ്ടും ഉണ്ട്. ഫിസിക്സിന്റെ ക്ലാസ് പോയിട്ട് അവിടെ തന്നെ മെക്കാനിക്കൽ ക്ലാസ്സിന് പോകണം, അതിന്റെ തിരിച്ച് ഫിസിക്സിന്റെ ക്ലാസ്സിന് മെക്കാനിക്കൽ ക്ലാസ്. അങ്ങനെ കുറച്ച് അധികം ഹെക്ടിക് ആയിരുന്നു ആ സമയത്ത്. സോ നമ്മൾ ഇന്നത്തെ മൂവിങ് ഓൺ ടു ദി കണ്ടന്റ്. അപ്പൊ നമ്മുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഫ്രം NCERT ടു ബ്ലാക്ക് ഹോൾസ് എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ഈ ഒരു കണ്ടന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCERTയിലുള്ള ബേസിക് സയൻസസ് ശരിക്കും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പം ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും റിലേറ്റിവിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ NCERT കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതായത് ഇപ്പം NCERT ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വെരി വെൽ ക്രാഫ്റ്റഡ് ബുക്കാണ്. ലൈക്ക് അതിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്, അടുത്തത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്, അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ്, പിന്നെ മോഡേൺ ഫിസിക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളിലായിട്ട് ഫിസിക്സിൽ നടന്ന കാര്യങ്ങളും ഇപ്പം റീസെന്റ് അഡ്വാൻസസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണത്. അപ്പൊ ഫിസിക്സ് ആണ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് അവർക്ക് എല്ലാത്തിലോട്ടുള്ള ഒരു ഇനീഷ്യൽ ഗേറ്റ് വേ NCERT തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫിസിക്സ് അഡ്വാൻസ് ആയിട്ട് പഠിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് NCERTയിലെ ബേസിക്സ് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിരുന്നു? ഫിസിക്സ് ആക്ച്വലി NCERT കുറച്ചൊരു സോളിഡ് ബേസ് ആണ്. തുടങ്ങി നമ്മൾ അത് പഠിക്കുന്നതിന്റെ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളാണ് നമ്മൾ പിന്നെ പഠിക്കുന്ന കോളേജിൽ പോയിട്ട്. ചില സബ്ജക്ട്സിന് അങ്ങനല്ല. ഫോർ എക്സാമ്പിൾ മാത്സിന്
NCERT ആക്ച്വലി നമ്മൾ വിചാരിക്കും മാത്സ് കുറച്ചുകൂടെ എളുപ്പമാക്കണമെന്ന്, പക്ഷെ നമ്മൾ MSc മാത്സ് പഠിക്കാൻ പോയാൽ ഭയങ്കര പാടാ. കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട്, അല്ല സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ പാടാവും. ചില സബ്ജക്ട്സ് എന്നാൽ എനിക്ക് തോന്നുന്നു സ്കൂളിൽ അത്ര കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കേണ്ടാത്ത കുറെ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, കുറെ എക്സ്ട്രാ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് NCERT പറ്റി എനിക്ക് തോന്നുന്നു ചില സബ്ജക്ട്സിൽ അത് ട്രാക്കിലാണ്, എന്താ പക്ഷെ ചില സബ്ജക്ട്സിൽ അത് ചിലപ്പോൾ കുറച്ച് അനാവശ്യമായി കൂടുതൽ പഠിപ്പിക്കും, ചിലത് വേണ്ടത്ര പഠിപ്പിക്കുന്നില്ല. അങ്ങനെ NCERT മൊത്തം ഒരു നമുക്ക് കുറച്ചൊരു മെസ്സാണ് അവസാനം. ഓക്കെ, അപ്പൊ നമ്മൾ NCERT എല്ലാത്തിലോട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെ NCERT ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം, അതായത് ബാക്കി ഇപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവർക്ക് ക്വാണ്ടം മെക്കാനിക്സ്, ട്രാൻസിസ്റ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എല്ലാം ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ NCERT ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. അപ്പൊ ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആക്ച്വലി ഫിസിക്സ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ മാത്രം അറിഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു കാര്യമാണോ? അത് ബേസിക് എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണോ ശരിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റി? ഇതിനിപ്പോ രണ്ട് വശമുണ്ട്. റിലേറ്റിവിറ്റി സ്കൂളിൽ പഠിപ്പിക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, റിലേറ്റിവിറ്റി വളരെ സിമ്പിൾ ടേംസ് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈറ്റിന്റെ സ്പീഡാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡ്, അത് കോൺസ്റ്റന്റ് ആണ്, ടൈം ഡയലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് ചിലപ്പോൾ കുട്ടികളെ ഇത്തിരി മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മളത് ഏർലി പഠിപ്പിച്ചാല്. അത് കഴിഞ്ഞിട്ട് കോളേജ് ലെവലിൽ പഠിക്കുമ്പോൾ സോഷ്യൽ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് വരും. സോ ആ ടേംസിൽ ആലോചിച്ചാൽ ഇൻ സം വേസ് ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ടീച്ച് റിലേറ്റിവിറ്റി അറ്റ് NCERT ലെവൽ. എനിവേസ് റിലേറ്റിവിറ്റി NCERT ലെവലിൽ പഠിപ്പിക്കാൻ പറ്റൂല, അത്രയും പാടായിട്ട്. പക്ഷെ റിലേറ്റിവിറ്റി നമ്മൾ ഈ ഭയങ്കര ബേസിക് ആയിട്ട് സംസാരിച്ചു പോയാൽ ഏതൊരു മനുഷ്യന് ഫിസിക്സിൽ ഒരു താല്പര്യം ഇല്ലാത്ത ഒരുത്തനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോകും. കാരണം അത്രയ്ക്ക് രസമാണ് നമുക്ക് അതിന്റെ ഒരു വൺ ലൈനർ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ. പിന്നെ അതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഫിസിക്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ അറിയാതെ പോവുക. അതാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഡോക്ടർ ഫീൽഡ് ആയതുകൊണ്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിസിക്സ് പഠിക്കുന്നില്ല. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്താ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ റിലേറ്റിവിറ്റി എന്താന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ബ്ലാങ്ക് ആണ്, എന്നാൽ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. റിലേറ്റിവിറ്റിയുടെ ഒരു കുറെ പേര് ഭയങ്കര, ഞാൻ റിലേറ്റിവിറ്റിയുടെ കോഴ്സ് എനിക്ക് ജനറൽ തിയറി ഓപ്ഷണൽ ആയിരുന്നു കോളേജില്. വേണമെങ്കിൽ എടുത്താൽ മതി ജനറൽ തിയറി റിലേറ്റിവിറ്റി ആണ് എന്റെ ഓർമ്മ. ഞാനത് പോയി എടുത്തതാ, ഇത് നല്ല രസമല്ലേന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. റിലേറ്റിവിറ്റി അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിപ്പിക്കാത്തതും ഇൻ സം വേസ് നല്ലതാണ്. കുറെ പേര്, ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത് തന്നെ ഫിസിക്സിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചിട്ട് അതായിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വിചാരിച്ചു പോയത്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഫിസിക്സിൽ നമ്മൾ സ്കൂളിൽ റിലേറ്റിവിറ്റി ഒരു ചാപ്റ്റർ ആയിട്ട് ഭയങ്കര ചെറുതായിട്ട് പഠിപ്പിച്ചാൽ ഇതായിരിക്കുമല്ലോ ഫുൾ ഫിസിക്സ് എന്ന് വിചാരിച്ച് ചിലപ്പം കുട്ടികൾ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവും. സോ ഇപ്പോഴത്തെ ഫിസിക്സ് എവിടെ എത്തി നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, അപ്പൊ എന്നോട് ഇപ്പൊ സ്റ്റുഡൻസ് ഒന്ന് ചോദിക്കാറുണ്ട്, അതായത് നമ്മൾ NCERT പഠിക്കുന്ന അവിടെ തന്നെയാണോ ഇപ്പോഴത്തെ ഫിസിക്സ് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ എന്റെ പരിമിതമായ നോളജിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഫിസിക്സിൽ മെയിൻ ആയിട്ട് 2 തിയറീസ് ആണുള്ളത്. ഒന്ന് തിയറി ഓഫ് റിലേറ്റിവിറ്റി, രണ്ടാമത്തെ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു തിയറിയും, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിലോട്ട് പോകും, അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന തിയറിയാണ്. അപ്പൊ ഈ 2 തിയറിയും ഒരുമിച്ച് വർക്ക് ആവുന്ന സ്ഥലങ്ങളില്ല. ലൈക്ക് ഐദർ അത് റിലേറ്റിവിറ്റി ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അത് ക്വാണ്ടം മെക്കാനിക്സ് ഫോളോ ചെയ്യും. അപ്പം ഈ 2 തിയറിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു തിയറി ബിൽഡ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഫിസിക്സിന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സ് അതിനെ തിയറി ഓഫ് എവറിത്തിങ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ അതിനെ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. അതായത് ക്വാണ്ടം മെക്കാനിക്സും ഗ്രാവിറ്റിയും ഒരുമിച്ച് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇന്റർസ്റ്റെല്ലാർ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂപ്പർ ബ്ലാക്ക് ഹോളിൽ വീണിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ തിയറി എത്തി എന്നുള്ള, ഫിസിക്സ് എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്. ശരിക്കും അത് അങ്ങനെയാണോ? ഇപ്പൊ ഫിസിക്സിൽ നമ്മൾ ഈ മെയിൻ തന്നെ 2 ക്വാണ്ടം തിയറിയും ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും റീസെന്റ് അഡ്വാൻസ് ചെയ്തേക്കുന്ന 2 തിയറീസ് ആയിട്ടാണ്. ഫിസിക്സിൽ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ പണ്ട് തൊട്ടെ. നമ്മൾ കയറി ചെന്നാലും നമ്മൾ ഒപ്റ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം കുറെ സാധനങ്ങൾ പഠിക്കും. പക്ഷെ തിങ് ഇസ്, ക്വാണ്ടം മെക്കാനിക്സ് ഒരു ഭയങ്കര സോളിഡ് തിയറിയാണ്. റിലേറ്റിവിറ്റിനെക്കാളും സോളിഡ് തിയറിയാണ്. റിലേറ്റിവിറ്റിനെ നമുക്ക് ഐൻസ്റ്റൈന്റെ ഫീൽഡ് ഇക്വേഷൻസ് വെച്ചിട്ട് ചില ഒബ്സർവേഷൻസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് എങ്ങനെ ഇവിടെ ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെർക്കുറിയുടെ സ്പിന്നിങ്ങിന്റെ കാര്യം, ചില കാര്യങ്ങൾ ഇത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഒരൊറ്റ പോയിന്റിൽ പോലും ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര സോളിഡ് റിസൾട്ട്സ് ആ തരുന്നത്. സോ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമുക്ക്
ഒട്ടുമിക്ക ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഔട്ട് ഓഫ് ദീസ് ടു തിയറീസ് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ് ഒരു സ്ട്രോങ്ങർ തിയറി. എന്ത് ക്വാണ്ടം മെക്കാനിക്സുമായി ഫിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ആ യൂണിഫൈഡ് തിയറി എന്തായിരിക്കും എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസിൽ അറിഞ്ഞൂടാ. കാരണം നമുക്കും കോളേജിൽ ഇവിടെ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെ വലുതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഈ നമ്മളിപ്പോ ഈ ഇന്റർസ്റ്റെല്ലാർ ആണല്ലോ ഇപ്പൊ പൊതുവെ ഈ സൈഫൈ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ റെഫറൻസ് എടുക്കുന്നത്. അപ്പൊ അതിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ തിയറി ഓഫ് എവറിത്തിങ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞത് യൂഷ്വലി സിംഗുലാരിറ്റീസ് ആയിരിക്കും. അത് ഭയങ്കര വലിയ മാസ്, ഒരു ഡെൻസ് ആയിട്ട് ചെറിയ ഏരിയയിൽ ഗ്രാവിറ്റി കോൺസെൻട്രേറ്റ് നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പൊ ശരിക്കും ഈ ബ്ലാക്ക് ഹോൾസ് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഫിസിസിസ്റ്റിനൊക്കെ ബ്ലാക്ക് ഹോൾസ് ഇത്രയും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്. അപ്പൊ ആ പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെയാണോ ശരിക്കും നമ്മൾ ഈ ബ്ലാക്ക് ഹോൾസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ബ്ലാക്ക് ഹോൾസിന്റെ ശരിക്കും ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബില്. നമ്മളൊരു ബ്ലാക്ക് ഹോളിലോട്ട് വീണാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കണ്ടു നോക്കിയാൽ നല്ല രസമാണ്. സോ ജനറലി ഈ ബ്ലാക്ക് ഹോൾസിന്റെ ഫസ്റ്റ് തിയറി വരുന്നത് തന്നെ ഈ ഓപ്പൻഹൈമറിന്റെ അവിടെ നിന്നാണല്ലോ. ഓപ്പൻഹൈമറും ഹാർട്ട്ലാൻഡ് സ്നൈഡറും കൂടെയാണ് തിയററ്റിക്കലി പ്രൂവ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റാറിന്റെ മാസ് ഭയങ്കര വലുതാണ്, എന്നിട്ട് അതിന് ഔട്ട്വേർഡ് അത്രയും പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻവേർട്സ് അതിങ്ങനെ കൊളാപ്സ് ചെയ്യുമെന്നും അതൊരു പോയിന്റിലേക്ക് എത്തണമെന്നും. സോ എന്നിട്ട് ഒരു പോയിന്റിന് ശേഷം ഇത് വിഷ്വലൈസ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറ്റില്ലല്ലോ ബ്ലാക്ക് ഹോൾ. ലൈറ്റ് എമിറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് അകത്തെന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ടു മെനി തിയറീസ് ഉണ്ട് ഈ സ്പെഗറ്റിഫിക്കേഷനും. നമ്മള് ഓരോ പോയിന്റിലും ഗ്രാവിറ്റി കൂടി വരികയാണല്ലോ. അപ്പൊ നമ്മള് ഒരു ബ്ലാക്ക് ഹോൾ വീണാൽ നമ്മുടെ തല കുത്തി നമ്മൾ വീഴുകയാണെങ്കിൽ തലയിൽ കൂടുതൽ ഗ്രാവിറ്റി ആയിരിക്കും, കാലിൽ കുറവ് ഗ്രാവിറ്റി ഉണ്ട്, തല ഇങ്ങനെ വലിച്ചു കയറി നമ്മൾ സ്പെഗറ്റി പോലെ ഇങ്ങനെ ആവുന്നു. കുറെ കാര്യങ്ങളുണ്ട്. ആസ് ഫാർ ആസ് ഐ ഹവ് ഹേർഡ് ഇന്റർസ്റ്റെല്ലർ പോർട്രേ ചെയ്തേക്കുന്ന ഏറ്റവും കറക്റ്റ് രീതിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്തറിയാം. അപ്പം വേറൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചു. അതായത് അൻഡ്രാമന്റെ മുമ്പ് പല വീഡിയോസ് ഞാൻ കണ്ടപ്പം ഞാൻ മനസ്സിലാക്കിയ സാധനം ബ്രോ പറഞ്ഞിട്ടുണ്ട് ബ്രോന് പഠിക്കുന്ന ഇഷ്ടമാണെന്നുള്ളത്. അപ്പം ഞാനും അത് സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട് എനിക്ക് പഠിക്കുന്ന ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ പലരും ഭയങ്കര അമ്യൂസ്ഡ് ആണ്. ലൈക്ക് പഠിക്കുന്ന പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അപ്പം അത് അതിനോടുള്ളൊരു മറുപടി. പഠിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രെയിനിന് ഭയങ്കര നല്ലതാണ് പഠിക്കുന്നത്. നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഓരോ പുതിയ സാധനം പഠിക്കുമ്പോഴും നമ്മുടെ ഓരോരോ പുതിയ ന്യൂറോണൽ കണക്ഷൻസ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുക. സോ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്ലി നല്ല കാര്യമാണ്. നമ്മുടെ തലച്ചോറിനൊട്ടും ഒരു മോശം കാര്യമല്ല പഠിക്കുന്നത്. പിന്നെ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് തോന്നാണ്ടിരിക്കാൻ കാരണം അവരുടെ ഒരു വേ ഓഫ് അപ്രോച്ച് തെറ്റായതുകൊണ്ടാണോ? ലൈക്ക് ഇതൊരു മഗ്ഗപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ? കറക്റ്റ്. ഇപ്പം ഫിസിക്സിൽ തന്നെ ഒരു മെയിൻ പ്രശ്നം അതാണ്. ഫിസിക്സ് മനസ്സിലായാൽ ഫിസിക്സും മാത്സും ഒക്കെ അങ്ങനെയാണ്. ബാക്കി സബ്ജക്ട്സിനും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഐ എം നോട്ട് കമന്റിങ് ഓൺ ദാറ്റ്. പക്ഷെ ഫിസിക്സും മാത്സും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടും ഇനിയും പഠിക്കാൻ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ആ ഫോർമുല മഗ്ഗപ്പ് ചെയ്യണം. ഫോർമുല മഗ്ഗപ്പ് ചെയ്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കണം. അത് പിന്നെ നമ്മൾ ഒരുമാതിരി ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഒരുമാതിരി വല്ലാണ്ട് പോലെ. ആൻഡ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിസിക്സും മാത്സും അത്രയും രീതി പറഞ്ഞു തരാൻ കഴിവുള്ള ടീച്ചേഴ്സ് ഫ്രാങ്ക്ലി കുറവാണ്. പണ്ട് നമ്മൾക്കും കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഫിസിക്സും മാത്സും എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോയിന്റ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതിന്റെ ഹയർ പോയിന്റ്സിലോട്ട് പോകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഈ ഏറ്റവും ബേസ് പോയിന്റ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി ചോദിക്കുമ്പോഴേ നമ്മൾ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറ്റും. അത് അങ്ങനെയാണ്, അത് ലോ അങ്ങനെയാണ്, ഇത് നീ പഠിച്ചാൽ മതി. സോ ഫിസിക്സും മാത്സിൽ ആർക്കും ഇൻട്രസ്റ്റ് വരാം അവർക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ. എനിക്ക് 6ാം ക്ലാസ് വരെ മാത്സ് പേടിയായിരുന്നു. ഒരു വകയും മനസ്സിലാവില്ലായിരുന്നു മാത്സ്. ഒരു 8th ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഒരു സാറിന്റെ. പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഇതുകൊണ്ടാണല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ ഫിസിക്സും മാത്സും പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം പലരും വിചാരിച്ചുള്ളത് ബയോളജി കംപ്ലീറ്റ്ലി മഗ്ഗപ്പ് ചെയ്യേണ്ട സബ്ജക്ട് ആണ്, അല്ലെങ്കിൽ ഫുള്ളി ഫാക്ച്വൽ ലേണിംഗ് ആണ്, അവിടെ കോൺസെപ്ച്വൽ ലേണിംഗ് ഇല്ല. പക്ഷെ നമുക്കറിയാം ഇപ്പൊ ബയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എവല്യൂഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ലോജിക്കാണ്. അത് മൊത്തം ലോജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ബയോളജിനെ കുറിച്ച് ഇപ്പം പഠിക്കേണ്ട രീതി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബയോളജിയെ കുറിച്ച് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ബയോളജി ഇങ്ങനെ
ഊട്ടിയിരുന്ന് പഠിക്കുന്നതൊക്കെ. പക്ഷെ അത് അത്ര ശരിയല്ല എന്ന് എനിക്ക് വലുതായപ്പോ മനസ്സിലായി. ഒരുപാട് എനിക്ക് അറിഞ്ഞൂട ഇപ്പോഴത്തെ NCERT ബുക്ക് വായിച്ച ബയോളജി ഇഷ്ടപ്പെടാൻ പറ്റുമോ ഇല്ലോ എനിക്ക് ഫ്രാങ്ക്ലി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഉണ്ട്. ഞാൻ പേഴ്സണലി വായിച്ചിട്ടുണ്ട് ബയോളജിയെ പറ്റി, ജെനറ്റിക്സിനെ പറ്റി, ന്യൂറോ സയൻസിനെ പറ്റി, എവല്യൂഷനെ പറ്റി. ബയോളജിയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട്. എനിക്ക് മനസ്സിലാവും അറ്റ് സം പോയിന്റ് കുറച്ച് കാര്യങ്ങൾ മങ്കപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇപ്പൊ ഒരുപാട് ഇപ്പൊ മാത്സിലാണെങ്കിലും നമ്മൾ എത്ര ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം, അത് ചെയ്തേ പറ്റൂ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബയോളജിയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഏരിയസ്, ഫ്രാങ്ക്ലി ഒരുപാട് ബയോളജിയിൽ ഒരുപാട് പ്രോഗ്രസ് ഇനി വരാനിരിക്കുന്നു. നമുക്ക് നമ്മൾ ആറ്റംസിനെയും ബ്ലാക്ക് ഹോൾസിനെയും വേറൊരു മനുഷ്യനെയാണ് നമ്മൾ അധികം പഠിച്ചിട്ടില്ലാത്തത്. ഇനി ആക്ച്വലി ഹ്യൂമൻസിനെയും ആനിമൽ സ്പീഷീസിനെയൊക്കെ നമ്മൾ കുറെ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ബയോളജിയിൽ ഒരു റെവല്യൂഷൻ തന്നെ വരണം. ഓക്കെ. സോ ഫൈനലി എനിക്ക് ചോദിക്കാനുള്ളത് തന്നെ ഇപ്പം ആങ്സൈറ്റിന്റെ ഒരു വീഡിയോ, അത് ബ്രോന്റെ റെവല്യൂഷണറി വീഡിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സൊസൈറ്റിയിൽ. അപ്പം ഇപ്പം ആങ്സൈറ്റിനെ കുറിച്ച് ഒരാൾ അത് ആസ് എ ഡിസീസ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ന്യൂറോ സയൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ഇത് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അതായത് ആങ്സൈറ്റി ആസ് എ ഡിസീസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആങ്സൈറ്റി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. കുറെ പേർക്ക് ആങ്സൈറ്റി കാരണം ഈ ബോഡിലി സിംറ്റംസ് വരാൻ തുടങ്ങും. ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇട്ടിക്കുന്നു, ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആവും, തൊണ്ട ഡ്രൈ ആവും, വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ അവര് പലപ്പോഴും എന്തോ വലിയ കാര്യമായ പ്രശ്നമാണ്, പക്ഷെ ഇത് ആങ്സൈറ്റി സിംറ്റംസ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. ആങ്സൈറ്റിയുടെ ന്യൂറോ സയൻസ് ആങ്സൈറ്റി ആവശ്യമാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്, ഞാൻ പറയല്ലോ അത് എല്ലാ പ്രശ്നവും ക്യൂർ ചെയ്യുന്നു. നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ അതിന്റെ പുറയിലെ സയൻസ് മാറ്റിയ എല്ലാ ആങ്സൈറ്റി നാളെ തൊട്ട് തീരും, അങ്ങനെയല്ല. പക്ഷെ എന്ത് സാധനമാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊരു കൺട്രോൾ വരും ലൈഫിൽ. ഇപ്പം നിങ്ങളൊരു 500 വർഷം മുമ്പ് ജീവിക്കാമെന്ന് വിചാരിച്ചോ. നിങ്ങൾക്കൊരു ലെറ്റ്സ് നിങ്ങൾക്ക് മലേറിയ വന്നു എന്ന് വിചാരിക്കുക. അന്ന് ജേം തിയറി ഇല്ല, ഒരു തേങ്ങയില്ല, മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതൊരു ഇന്റൻസ് പാനിക് ഉണ്ടാക്കും മനുഷ്യനിൽ. എനിക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയി പോകും നമ്മൾ ലൈഫിൽ. ആങ്സൈറ്റി വരുമ്പം ആങ്സൈറ്റി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയാൻ നമുക്കൊരു ഇത്തിരി കൺട്രോൾ റീഗെയിൻ ചെയ്യാം. ഇതാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് സംഭവിക്കുന്നത്, ഇതിങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കൺട്രോൾ തരം സഹായിക്കും. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഏതൊരു മനുഷ്യനെയും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ അയാളുടെ എല്ലാ പ്രശ്നവും മാറുന്നല്ല, പക്ഷെ അത് അയാൾക്ക് ഒരു പെർസ്പെക്റ്റീവ് തരാൻ സഹായിക്കും. അത് അയാളെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. സോ ഞാൻ ഇതുവരെ ചോദിച്ചത് കുറച്ച് പ്രൊഫഷണൽസും കുട്ടികൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ സാർത്തിന് ഭയങ്കര വലിയ ഫാനാണ്. അപ്പോൾ എന്തെങ്കിലും അനന്തരാമനെ നേരിട്ട് കാണുകയാണെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ച 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിൽ ഒന്നാമത്തെ മേജർ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിസാരം അപ്പൂപ്പൻ ദ വോയിസ് എന്ന് പറഞ്ഞ 2 എൻറ്റയർലി ഡിഫറെന്റ് ജോണർസ് ഉള്ള ചാനലാണ് അനന്തരാമൻ ചെയ്യുന്നത്. അപ്പൊ നിസാരത്തില് കോംപ്ലക്സ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പൂപ്പൻ ദ വോയിസ് വന്നിട്ട് ദേവ്ജിനെ കൂട്ടി വരാം. അപ്പൊ എങ്ങനെ നിസാരത്തിൽ കാണുന്ന ഒരു അനന്തരാമനെ അല്ല ബേസിക്കലി ഞങ്ങള് അപ്പൂപ്പൻ ദ വോയിസിൽ കാണുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നത്? അപ്പൂപ്പൻ വോയിസ് എന്റെ ഒരു അത് ശരിക്കും ഞാൻ തന്നെയാണ്. അത് ചില ഇങ്ങനെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളപ്പോഴും, പിന്നെ എനിക്ക് സിനിമയും ഭയങ്കര ഇഷ്ടം, സയൻസും ഭയങ്കര ഇഷ്ടം. അപ്പൊ സ്കൂളിലൊക്കെ ഈ പഠിച്ച് അവസാനം റിലീഫ് കിട്ടുന്ന നമ്മൾ ഈ കൂറപ്പടം കാണാൻ പോകുമ്പോഴും, അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കുറെ ഇരുന്ന് ചെയ്യാനും. പിന്നെ നിസാരം ഞാനിതിങ്ങനെ രണ്ടും, ഈ നിസാരത്തിൽ കൂടെ ഞാനും ആസ് എ ഹ്യൂമൻ കുറെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നിസാരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ, ഇപ്പോഴത്തെ ഒരു നിസാരം വീഡിയോ കണ്ടാൽ എന്റെ ഒരു എവല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കൂടെ തന്നെ. നിസാരം അത് ചെയ്യുന്നത് അതിന്റെ സയൻസ് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ഞാൻ പണ്ട് ഒരു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കാൻ ഞാൻ 6 മാസം ഒരു സാറിന്റെ അടുത്ത് പോയി. എനിക്ക് പറ്റുന്നില്ല. സാറ് ചോദിച്ചു, നീ ഒരു മണ്ടനാണോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര കുറവ് മാർക്കാണ്, D ഗ്രേഡ് എന്തായിരുന്നു. പക്ഷെ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബില് ഒരു വിസോസിന്റെ ഒരു 26 മിനിറ്റ് വീഡിയോ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺസെപ്റ്റ്സ് ഭയങ്കര പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു സാധനം ആൾക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നിസാരവും എന്റെ ഒരു സൈഡ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനി കുറച്ച് നിസാരം കുറച്ച് തിരിച്ച് അപ്പൂപ്പൻ ബോയ്സ് ഒക്കെ ചെയ്തു തുടങ്ങണമെന്ന്. കുറച്ച് കൂടുതൽ കുറെ നിസാരമായി, കൂടുതൽ വായിച്ച് ഇനി കുറച്ച് 3 സീസൺ ആയില്ലേ? 3 സീസണായി. കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് സാധനങ്ങളിലോട്ടൊക്കെ പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ. സോ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ബൈ പ്രൊഫഷൻ ഞാൻ ഒരു ഡോക്ടറാണ്, ബ്രോ ഒരു എഞ്ചിനീയർ ആണ്.
അപ്പം എഞ്ചിനീയർ ആയിട്ട് പോലും ബ്രോ ആങ്സൈറ്റിനെ കുറിച്ച് ചെയ്ത വീഡിയോ, ബ്രെയിനിനെ കുറിച്ച് ചെയ്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡോക്ടറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് ബ്രോ ഓരോ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും ഒരുപാട് ബുക്സിന്റെ റെഫറൻസ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും ബുക്സ് ഒക്കെ റെഫർ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ബിൽഡ് ചെയ്തത്? ഒന്ന് രണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കുറെ ബുക്സ് വായിക്കും. രണ്ട് രീതിയിലാണ് നിസ്സാരത്തി വീഡിയോ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ട് ആ ബുക്ക് എനിക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ വായിച്ചൊരു വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒരു ടോപ്പിക് ഫസ്റ്റ് ചൂസ് ചെയ്തിട്ട് അതിനെ പറ്റി ഇരുന്ന് വായിക്കാൻ തുടങ്ങും. അപ്പം ഇപ്പം ആങ്സൈറ്റി ഒരു ടോപ്പിക് ആണെന്ന് വിചാരിച്ചോ, ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്യും എന്താ ബുക്സ് ആങ്സൈറ്റിയെ പറ്റിയുള്ള. ഗൂഗിളിൽ ഒരുപാട് ബുക്സ് കാണും. നമ്മൾ സെലക്ട് ചെയ്യുന്ന 3-4 ബുക്സ് നമ്മൾ ഒരു ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ അടിച്ചു നോക്കും. ഗുഡ് റീഡ്സിൽ വായിച്ചവരുടെ റിവ്യൂസ് ഉണ്ട്. ബുക്സിന്റെ എത്ര നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു നല്ല ബുക്ക് സൈറ്റാണ് ഗുഡ് റീഡ്സ്. ഗുഡ് റീഡ്സിൽ നല്ല റിവ്യൂ ഉണ്ടോ നോക്കും. 5-ൽ ഒരു 4.2, 4.1, 4.3 ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല ബുക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓത്തർ അത് എഴുതാൻ ക്വാളിഫൈഡ് ആയ ആളാണോ നോക്കും. ഇപ്പം എനിക്ക് നാളെ ചുമ്മാ ആങ്സൈറ്റിൽ ഒരു ബുക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന എല്ലാ എക്സ്പേർട്സ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം ചുമ്മാ ഒരാൾ എഴുതിയതാണോ അതോ അതിൽ സംസാരിക്കാൻ യോഗ്യനായ ആളാണോ അത് എഴുതിയിരിക്കുന്നതെന്നും കൂടെ നോക്കിയിട്ടാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആങ്സൈറ്റി ഒക്കെ പറ്റി വീഡിയോ ചെയ്യുമ്പം അതിൽ നമ്മൾ കുറച്ച് പേഴ്സണലി ഇൻവോൾവ് ആണല്ലോ. നമുക്ക് ഉള്ള ഇഷ്യൂസിനെ നമ്മൾ കുറച്ചുകൂടെ ഡെലിക്കേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യും. ഏറ്റവും നല്ല കാര്യങ്ങളെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാവുന്നുള്ളൊരു. ഓക്കെ. സോ ബ്രോന്റെ ഒരു പാത്തില്, അതായത് ഇനീഷ്യലി ബിറ്റ്സ് എന്ന് ഡുവൽ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിപ്രോയില് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ഒരു ജോബ് ഡ്രോപ്പ് ചെയ്തിട്ട് നിസ്സാരം പോലത്തെ അല്ലെങ്കിൽ അപ്പൂപ്പൻ ദ വോയിസ് പോലത്തെ ചാനൽ തുടങ്ങണം എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? അത് പാഷനെ ഫോളോ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചു? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എനിക്ക് ഫ്രാങ്ക്ലി അറിഞ്ഞൂടായിരുന്നു എന്താ ലൈഫിൽ ചെയ്യേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ഡെസ്ക് ജോബ് അത്ര താല്പര്യമില്ല, എനിക്ക് സിനിമയിലോട്ട് പോകണം, സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു. ഈ നാടകമൊക്കെ ചെയ്യുമായിരുന്നു കുറെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഫിലിം സ്കൂളിൽ പോകാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വിപ്രോയിൽ കയറിയത്. ആ ജോലി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരു അത്യാവശ്യത്തിന് സേവിങ്സ് ആയപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. യൂട്യൂബ് ശരിക്കും ചുമ്മാ സ്റ്റാർട്ട് ചെയ്താണല്ലോ തമാശക്ക്. യൂട്യൂബ് ഒരിക്കലും എന്റെ ഒരു പാഷൻ ഒന്നും ആയിരുന്നില്ല. ചെയ്തു വന്നപ്പോ ഇഷ്ടപ്പെട്ടു എന്നുള്ള. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് വേറെ കുറെ റൈറ്റിംഗ്, ഡയറക്ഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലോട്ടൊക്കെ എന്റെ ഇൻട്രസ്റ്റ്. സോ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഒരു ക്ലിയർ ആയിട്ട്. പക്ഷെ എനിക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഡെസ്ക് ജോബ് എനിക്ക് വേണ്ടത്ര ഒരു മെന്റൽ സ്റ്റിമുലേഷൻ തരുന്നില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പാഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതെ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഓഡിയൻസ് മെയിൻ ആയിട്ട് പറഞ്ഞപ്പോൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഐദർ മെഡിക്കൽ ഓർ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ ബ്രോന്റെ എൻട്രൻസ് പ്രിപ്പറേഷൻ സമയം എങ്ങനെയായിരുന്നു? സ്ട്രാറ്റജീസ് പർട്ടിക്കുലർലി എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ സ്റ്റുഡൻസിന്? എന്റെ എൻട്രൻസിന്റെ സമയത്ത് ഞാൻ ആക്ച്വലി ചത്തിരുന്ന് പഠിച്ചായിരുന്നു. സോ ഞാൻ കുറെ പഠിക്കുമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര അധികം പഠിക്കാത്ത അതിബുദ്ധിമാനൊന്നും ആയിരുന്നില്ല. സ്കൂളിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ടിപ്പിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ 4:30 എണീക്കും, 4 മണിക്ക് എണീക്കും, 3:45 എണീക്കും. 4:30 ട്യൂഷൻ ഉണ്ട്, മാത്സ് ട്യൂഷൻ, 4:30 തൊട്ട് 6:30 വരെ. അപ്പം മാത്സ് ട്യൂഷൻ കയറും. അത് കഴിഞ്ഞ ഉടനെ സ്കൂളിൽ പോകും. സ്കൂൾ കഴിഞ്ഞ നേരെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന് പഠിക്കും, ഉറങ്ങും, റിപ്പീറ്റ്. ആൻഡ് എന്റെ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ട്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത്ര ചത്തുകുത്തി പഠിക്കുന്നതിന്റെ കാരണം എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന കോളേജിൽ പോകണം. ആ സമയം എനിക്ക് ഇങ്ങനെ ആയിരുന്നു, എനിക്ക് NIT കയറണം, ബിറ്റ്സി കയറി. പക്ഷെ എന്റെ ഒരാഗ്രഹം അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പം ഞാൻ പഠിച്ചതുപോലെ പിന്നെ എനിക്ക് എന്റെ ലൈഫിൽ പഠിക്കേണ്ടി വന്നിട്ടില്ല. എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ എഞ്ചിനീയറിംഗ് ഇത്ര ചത്തുകുത്തി കോളേജിൽ പോയിട്ട് ഇത്രയും പഠിച്ചിട്ട് അവസാനം പ്ലേസ്മെന്റ് വരുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമാനും അവന്റെ പകുതി പഠിക്കുന്നതിനും എല്ലാം ഒരു കമ്പനിയിലൊക്കെ തന്നെ കയറിക്കൊണ്ടിരുന്ന അവസാനം. സോ കോളേജിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ ചത്ത് പഠിച്ചിട്ടൊന്നുമില്ല. കോളേജിൽ ഞാൻ ഒരു ഭയങ്കര ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു ഗുണം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒബ്വിയസ്ലി അറിയായിരിക്കും, നമ്മളൊരു നല്ല കോളേജിൽ കയറിയ നമുക്ക് പ്ലേസ്ഡ് ആവാനും ഹയർ സ്റ്റഡീസിന് പോകാനും ഒക്കെ അതൊരു ഭയങ്കര ഒരു ഇതാ. അല്ലാതെ ഇപ്പൊ ബിറ്റ്സിൽ പഠിപ്പിച്ച കാര്യങ്ങള് നാട്ടിലെ ഒരു നമുക്കറിയാവുന്ന ഒരു ചെറിയ കോളേജിൽ പഠിപ്പിക്കില്ല. എല്ലായിടത്തും ഒരു സാധനമൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ പ്ലേസ്ഡ് ആവാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കാണിക്കാൻ ഹെൽപ്പിങ് എവിടെ പഠിച്ചാൽ. സോ അങ്ങനത്തെ ഒരു യൂസ് ഉണ്ട്.
ഞാൻ എൻട്രൻസിന് ഫുൾ ടൈം പഠിക്കായിരുന്നു. വേറെ ഒരു ചിന്തയില്ലായിരുന്നു. പഠിത്തം അത് തന്നെയായിരുന്നു 11th 12th. അത് വേറെ വഴിയില്ലാന്ന് തോന്നി. അത്ര കോമ്പറ്റീഷൻ അല്ലേ നമ്മുടെ നാട്ടിൽ. ഈ ഇവിടെ എല്ലാരും എന്റെ കൂടെ തന്നെ എത്ര പേരാ. സോ നമുക്ക് വേറെ വഴിയില്ല, അങ്ങനെ പഠിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. റീസെന്റ് കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ലാസ്റ്റ് നീറ്റ് 25 ലക്ഷം കുട്ടികളെ 25 ലക്ഷം അൺവാണ്ടഡ് കോമ്പറ്റീഷൻ ആണ് അവിടെ. എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ എൻട്രൻസിന് അമിതമായി അത്ര ഒന്നും വേണ്ട നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര നല്ല കോളേജിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. പക്ഷെ അതൊക്കെ ലൈഫിൽ ആവശ്യമാണ്. ഇപ്പൊ ഒരു ലൈഫിൽ ഇന്ത്യയിലെ ടോപ്പ് കോളേജിൽ തന്നെ അതിന്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. ജീവ അത്ര സീരിയസ് ആയിട്ട് എടുക്കല്ലെന്നേ ഞാൻ പറയും. ഇപ്പൊ യൂഷ്വലി സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ്, ഇതാണ് നല്ല ജോബ്സ് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇൻ കേസ് ആ കുട്ടിക്ക് പ്യുവർ സയൻസ് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പോലും അവര് അവിടെ ഒരു എന്താ പറയുക, എനിക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല, ഇങ്ങനത്തെ പല ഇഷ്യൂസ് കാരണം പ്യുവർ സയൻസ് പലരും പഠിക്കുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഈ പ്യുവർ സയൻസ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ അതൊരു സ്കോപ്പുള്ള ഏരിയ ആണോ? സ്കോപ്പുള്ള ഏരിയ ഒക്കെയാണ്, പക്ഷെ മെനക്കേടാണ്. ഇപ്പൊ പ്യുവർ സയൻസ് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മള് ഏത് ഫീൽഡിലുള്ള പോലും പ്യുവർ സയൻസിൽ ഒരുപാട്, ഇപ്പൊ നിങ്ങൾ റിസർച്ച് വർക്കിലോട്ടൊക്കെ തിരിയാണെങ്കിൽ ലാബിൽ കുറെ പണിയെടുക്കണം. ഒരു PhD ഒക്കെ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സോ പക്ഷെ അതെല്ലാം മേ ബി നിങ്ങൾക്ക് ഒരു അക്കാഡമിക് സൈഡിലോട്ട് പോകാനായിരിക്കും താല്പര്യം. ഏത് ഫീൽഡിലോട്ട് പോയാലും ഇപ്പൊ പ്യുവർ സയൻസിൽ ഇന്ന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ എന്റെ ഫാദർ സയന്റിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ കൊച്ചുനാളോട്ടെ കാണുന്നേ കുറെ സയന്റിസ്റ്റിനെയും ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്കോപ്പ് ഉണ്ട്. ഒരിക്കലും നല്ല സയൻസ് പഠിച്ചൊരു നല്ല പോസ്റ്റിലെത്തിയാൽ നിങ്ങൾക്ക് നല്ലൊരു ലുക്രേറ്റീവ് ഏരിയ തന്നെയാണ്. സയൻസ് ഒരു മോശം ഏരിയ അല്ല, പക്ഷെ അതിലും ഇഷ്ടംപോലെ പണിയുണ്ട്. സയൻസ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാ, അല്ലെങ്കിൽ മെഡിസിൻ ഭയങ്കര പാടാ. സയൻസ് എടുക്കുന്ന സയൻസ് നല്ല പാടാ, എല്ലാം പാടാ. സോ അനന്തരാമൻ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ സയൻസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഇപ്പൊ കരിക്കുലത്തിൽ നമുക്കിപ്പോ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലും കരിക്കുലത്തിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എനിക്ക് ഇപ്പോഴത്തെ കരിക്കുലത്തിനെ പറ്റി അത്ര അറിഞ്ഞൂടാ, NCERT എന്താ ഉള്ളതെന്ന്. എന്റെ സമയത്താണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില നമ്മൾ ഈ അനാവശ്യ സാധനമൊക്കെ പഠിപ്പിക്കും. പർട്ടിക്കുലർലി എനിക്ക് ഓർമ്മ വരുന്നത് കെമിസ്ട്രിയിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും ആവശ്യമില്ലാത്തത് മാത്രമല്ല, അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. അത്രയും കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് അത് എല്ലാ സബ്ജക്ട്സിലും ഉണ്ട് കേട്ടോ. ചില നമ്മളിങ്ങനെ ഭയങ്കര ഓവറായിട്ടൊക്കെ പഠിക്കും. ഒരു +2 പയ്യനെ +1 അല്ലെങ്കിൽ 10th പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ആ കുറച്ച് ടൈം നമ്മൾ കുറച്ച് ഒരു വേറൊരു സബ്ജക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റി, ബേസിക് ഫിനാൻസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, നമ്മുടെ ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യേണ്ടത്, നമ്മളൊരു ബൾബ് എങ്ങനെ റിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സിവിക് സെൻസ് പഠിപ്പിക്കുകയാണ്. തറയിൽ തുപ്പരുത്, റോഡിൽ മൂത്രം ഒഴിക്കരുത്, ഗാർബേജ് ഇങ്ങനെ ലിറ്റർ ചെയ്യല്, കുറച്ച് ബേസിക് ലോ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഇതിനെല്ലാം പറ്റി സെപ്പറേറ്റ് സബ്ജക്ട്സ് ഡീറ്റെയിൽ വേണമെന്നല്ല. ഇതെല്ലാം കൂടി ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു ഏതൊരു സിറ്റിസണും ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ സബ്ജക്റ്റ് ആയിട്ട്, വളരെ ബേസിക് ലോ, ബേസിക് സിവിക് സെൻസ്, ബേസിക് ഫൈനാൻസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിച്ച, ആൻഡ് അതൊരു അഡീഷണൽ കോഴ്സ് ആവില്ല. ഈ ഫിസിക്സും കെമിസ്ട്രിയിലും മാത്സിലേക്ക് പഠിക്കുന്ന കടുകട്ടി നമുക്ക് അത്ര ഒരു +2 പയ്യൻ അല്ലെങ്കിൽ +1 പയ്യൻ ആവശ്യമില്ലാത്ത സാധനം എടുത്ത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ തന്നെ കരിക്കുലത്തിലെ ലോഡും കൂടില്ല, പക്ഷെ ഒരു ആവറേജ് മനുഷ്യന് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ ഇപ്പം അതായത് അനന്തരാമന്റെ ഒന്ന് സജഷൻസ് അറിയാനാണ്. ലൈക്ക് ഇപ്പം എന്നോട് ഒരാൾ വന്നിട്ട് ഞങ്ങൾ എന്തായാലും വായിക്കേണ്ട ഒരു ബുക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി പറയാറ് സാപ്പിയൻസ് ആണ്. അതുപോലെ എന്തായാലും കാണേണ്ട നല്ലൊരു മൂവി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറ് ഇന്റർസ്റ്റെല്ലാർ ആണ്. അപ്പൊ അനന്തരാമനോട് അങ്ങനെ വല്ല ഒപ്പീനിയൻ ചോദിക്കണം, അതായത് മസ്റ്റ് റീഡ് ബുക്സോ മൂവീസോ അങ്ങനെ വാച്ച് ചെയ്യേണ്ട എന്തെങ്കിലും ഒപ്പീനിയൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ? ബുക്സ് കുറെ ഉണ്ട്. സാപ്പിയൻസ് എനിക്ക് ഇഷ്ടമാണ്. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാ. പിന്നെ ഒരുപാട് നല്ല ഇമ്മൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ആനിമൽസിനെ പറ്റിയുള്ള ബുക്കുണ്ട്. ബുക്സ് ഒരുപാട് നല്ലോണം വായിക്കുന്ന ആളായതുകൊണ്ട് ഒരുപാട്. മൂവീസ് കുറെ മൂവീസ് ഇഷ്ടമാണ്. അത് എനിക്കറിയാം. നോളന്റെ മൂവീസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ സ്കോർസെസിന്റെ മൂവീസ് ഇഷ്ടമാണ്. മലയാളത്തിൽ എനിക്ക് ഒരുപാട് മൂവീസ് ഇഷ്ടമാണ്. തമിഴിലെ മൂവീസ് ഇഷ്ടമാണ്. എല്ലാ ടൈപ്പും ഞാൻ എല്ലാം കാണാറുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങനെ സജഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഫൈനലി ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അനന്തരാമൻ എന്ന് പറഞ്ഞ സയൻസിൽ ഗ്രോ ചെയ്ത ഒരാളാണ്. ഫെല്ലോ ഓഫ് സയൻസ് ആണ്. പക്ഷെ ഇപ്പം കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിലാണ്.
അപ്പൊ ഇപ്പൊ ക്രിസ്റ്റഫർ നോളന്റെ മൂവീസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ, അതായത് നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് പുള്ളിക്കാരൻ ഇതിൽ ഒരുപാട് സയന്റിഫിക് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ പടം ചെയ്യുന്നത്. അപ്പൊ ഭാവിയിൽ അനന്തരാമന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് സിനിമയിലോട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇല്ല, ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തു. അതിലൊരു വെരി ലൈറ്റ് സൈഫൈ എലമെന്റ് ഉള്ള ഒരു കോമഡി ത്രില്ലറാണ്. സയൻസ് ഫിക്ഷൻ റമേൻ ഇപ്പൊ നമുക്ക് ഒരിക്കലും ഒരു നോളൻ ചെയ്ത പോലെ ഒരു ഗ്രാൻഡ് സ്കെയിൽ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ആസ് എ ബിഗിനിങ് പോയിന്റ് നമുക്കിങ്ങനെ മൈനർ കോൺസെപ്റ്റ്സ് വെച്ച് തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ ഫിനിഷ് ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റ് ഒരു സ്പേസ് ടൈം ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മൈനർ എലമെന്റ് ഉള്ള ഒരു, അത് മനസ്സിലായില്ലെങ്കിൽ പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ്. പക്ഷെ അത് തന്നെ ഒരു മൂവി ആക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ഗൈസ്, ഫ്രം NCERT ടു ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടുമെന്ന് ഞാൻ ശരിക്കും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ശരിക്കും ഇത് എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. സോ ഫൈനലി ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് വ്യൂവേഴ്സിനോടോ എന്നോടോ എന്തെങ്കിലും ഫൈനലി പറയാനുണ്ടോ? നല്ല ഇന്റർവ്യൂ ആയിരുന്നു, ഞാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സോ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു യങ് ഏജിൽ നിങ്ങൾ എല്ലാത്തിലും, സയൻസിലും ഫിലിംസിലും പോളിറ്റിക്സിലും എക്കണോമിക്സിലും ഒക്കെ നിങ്ങളങ്ങ് ആഴത്തി പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എല്ലാത്തിന്റെ ഒരു ഇത്തിരി ഇറങ്ങിയിരിക്കുന്ന നല്ലതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഫിനാൻസ് ഇറങ്ങിയാൽ മതി, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി ഇത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് സയൻസ് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് പോളിറ്റിക്സ് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നാട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. എല്ലാത്തിന്റെ ഒരു കുറച്ച് ഫിലിംസ് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മൂവീസും മോശം മൂവീസും തമ്മിൽ തിരിച്ചറിയാനുള്ളത്, ഒരു നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു ഡിസ്കഷൻ ഉണ്ടാക്കാൻ, അപ്പൊ എല്ലാം ഒരു ഇത്തിരി ഇറങ്ങിയിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഞാൻ കാലത്ത് പറയാം, ചിലർക്ക് ഒരുപാട് മൂവീസിനെ പറ്റി സംസാരിക്കുക, പക്ഷേ സയൻസിന്റെ ABCD ഇറങ്ങിയൂടാ. വേറൊരാൾക്ക് പൊളിറ്റിക്സിന്റെ ABCD ഇറങ്ങിയൂടാ, വേറൊരാൾക്ക് ഫിനാൻസിന്റെ ABCD ഇറങ്ങിയൂടാ. പക്ഷെ ചില ഫീൽഡ്സ് പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ഇത്തിരി വെച്ച് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചാൽ അതൊരു നല്ല കാര്യമാണ് ലൈഫിൽ. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ ജോയിനിങ് മീ, അനന്തരാമൻ. സോ ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.